ഹലോ മച്ചന്മാരെ, അങ്ങനെ നമ്മൾ രണ്ട് ലവ് ബേഡ്സിനെ ആദ്യം കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും രണ്ടെണ്ണം കൊണ്ടുവന്നു. അപ്പം അന്നേരം ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നാലെണ്ണത്തിനെ ഇപ്പം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് കെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കലം കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഇനി ഒരു കലോടെ കെട്ടിക്കൊടുക്കണം. അതുകൂടാതെ തന്നെ ഇതിന് രണ്ട് സൈഡിലായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് സൈഡിലായിട്ട് തീറ്റയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുക പനിക്കൂർക്ക, തുളസിയുടെ ഇല, പിന്നെ ഈ തെന നമ്മൾ ഇടുന്നിടത്ത് അത് കിളിച്ച് വരുന്നുണ്ട്, അപ്പോൾ അത് പറിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിനെ കെയർ ചെയ്യാൻ വലിയ പാടില്ല കേട്ടോ. പിന്നെ ഡെയിലി വെള്ളം മാറ്റി കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ ലവ് ബേഡ്സ് പരമവും പാറവും മിട്ടുവും മക്കും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് സ്റ്റീവിന് കാണിക്കാൻ വേണ്ടി, കിളികളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലവ് ബേഡ്സിനെ വളർത്താൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഹാങ് ചെയ്ത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കയറ് വെച്ചിട്ട് ഇങ്ങനൊരു ഇതും കൊളുത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തെനയൊക്കെ പാകിയത് കിളിച്ച് വരുന്നതാണിത് കേട്ടോ. ഇതുപോലെ പോച്ച പോലെ ഇത് പറിച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ ലവ് ബേഡ്സ് അത് തിന്നുകയും ചെയ്യും.